തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന 500 കോടിയുടെ ഇറിഡിയം തട്ടിപ്പിൽ റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് രക്ഷപ്പെടാൻ പ്രതികളുടെ ശ്രമം. നിക്ഷേപകരിൽ നിന്ന് പിരിച്ച പണം റിസർവ് ബാങ്കിൽ അടച്ചിട്ടുണ്ടെന്നാണ് പുതിയ വാദം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, വിശദാംശങ്ങൾ. ഈ റിസർവ് ബാങ്കിന്റെ പേരിലാണ് ഇപ്പോൾ ഈ 500 കോടിയുടെ ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ പ്രചാരണം നടക്കുന്നത്. റിസർവ് ബാങ്കിലേക്ക് ഈ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച പണം നൽകിയെന്നും റിസർവ് ബാങ്ക് പകരം പണം ഇങ്ങോട്ട് നൽകുന്നതിന് വേണ്ടി, നിക്ഷേപകർക്ക് നൽകുന്നതിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്തു എന്ന തരത്തിലുള്ള വ്യാജ രേഖകളാണ് ഇപ്പോൾ ഈ വാട്സപ്പ് വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുട പോലീസ് മാപ്രാണം സ്വദേശിയുടെ പരാതിയിൽ ഒരു കേസ് എടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പ്രതികളുടെ ദൃശ്യമാണ്. അതായത് ആ റൗണ്ടിനകത്ത് കാണുന്നത് പ്രതിയായിട്ടുള്ള 3 പീടിക സ്വദേശിയായിട്ടുള്ള ഹരിസ്വാമി എന്ന് വിളിക്കുന്ന ഹരിദാസും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള സ്ത്രീയുടെയും ദൃശ്യമാണ് കാണുന്നത്. ഈ ഹരിസ്വാമിക്ക് അടുത്ത് നിൽക്കുന്നത്, ഈ ഹരിദാസ് എന്ന് പറയുന്ന ആൾക്ക് അടുത്ത് നിൽക്കുന്നത് ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള ഹരിനാരായണൻ എന്ന സ്വാമിയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി നിലവിൽ ഒരു ബന്ധവുമില്ലാത്ത ആളാണ്. പകരം ആ റൗണ്ട് വൃത്താകൃതിയിൽ കാണുന്ന ആളാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഹരിദാസ്. ഈ ഹരിദാസിന് ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വ്യാജരേഖ കൂടി. റിസർവ് ബാങ്കിന്റെ പേരിൽ വരെ വ്യാജരേഖ ചമച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു സ്കീമായിരുന്നു അത്. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.